നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ED കേസിൽ പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്ലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്യൂ ആണ്. അതിൽ ED കഴിഞ്ഞ ദിവസം ലോക്കർ തുറന്നപ്പോൾ ഞെട്ടി എന്നാണ് കിട്ടിയ വിവരം. സർ, ഈ കേസിൻ്റെ വഴി എങ്ങോട്ടാണ്? ഇത് എന്താണ് ഇനി വീണയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ കേസ് ഇനി വീണയിലേക്ക് അല്ല നീളാൻ പോകുന്നത്, ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കാണ്. ഇപ്പോൾ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഇവിടെ ഉള്ള അന്വേഷണങ്ങളിൽ കിട്ടിയിരിക്കുന്ന രേഖകളും വിവരങ്ങളും ഒക്കെ അനുസരിച്ച് ചെയ്യാത്ത സേവനത്തിന് പണം മേടിച്ചു എന്നുള്ളതാണ് വീണയ്ക്കെതിരെയുള്ള ആരോപണം. കൊടുത്തു എന്നുള്ളതാണ് കരിമണൽ കമ്പനിക്ക് എതിരായിട്ടുള്ള ആരോപണം. അപ്പോൾ അത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായി, അത് കണ്ടിരുന്നവർക്കും കേട്ടിരുന്നവർക്കൊക്കെ ബോധ്യമായി യാതൊരു സേവനവും കൊടുക്കാതെ കിട്ടിയ പണമാണെന്നുള്ളത്. അപ്പോൾ വീണയോ വീണയുടെ കമ്പനിയോ കൊടുത്ത സേവനത്തിനല്ല എന്നുള്ളത് ബോധ്യമായി. അപ്പോൾ ആര് കൊടുത്ത സേവനത്തിനാണ്, എന്തിനുള്ള പ്രതിഫലമാണ് എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകുന്ന അന്വേഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏതാണ്ടൊരു വിവരം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ ഈ കേസ് EDയിൽ നിന്ന് CBIയിലേക്ക് കൈമാറുമോ? CBIയിലേക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട്. കാരണം CBIയിലേക്ക് അത് CBI ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഒരു മാധ്യമ പ്രവർത്തകൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ശ്രീ പിണറായി വിജയനും വീണയ്ക്കും നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മരുമകനുണ്ടോ എന്നുള്ളതിനകത്ത് കണ്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ട റിപ്പോർട്ട്. മരുമകന് ഇതിനകത്ത് വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നോട്ടീസ് പോയി കഴിഞ്ഞു. അപ്പോൾ ആ സ്ഥിതിക്ക് അവരതിനുള്ള ഒരു കാരണം അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം SFIO റിപ്പോർട്ടിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് എന്നാണ്. 134 രേഖകളാണ്, ഇത് സംബന്ധിച്ച രേഖകളാണ് അവർ ഇപ്പോൾ ഓൾറെഡി കൈമാറിയിരിക്കുന്നത്. എന്ത് ക്രൈമാണ് സർ? അല്ല, ഈ സാമ്പത്തിക കുറ്റാരോപണം, ഇതിൻ്റെ പിന്നിൽ അവർക്ക് ഈ പണം കിട്ടണമെങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകണം. അതെ. അപ്പോൾ അനധികൃതമായിട്ട് അവിടുന്ന് ഈ കരിമണൽ കടത്തുന്നതിനും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിബന്ധനകൾ വയലേറ്റ് ചെയ്യുന്നതിനും ഉള്ള സഹായം, ഒരു അനർഹമായിട്ടുള്ള സഹായം ഈ കമ്പനിക്ക് കിട്ടിയിരിക്കണം. അതിനുള്ള പ്രതിഫലമാണ് മറ്റൊരു രൂപത്തിൽ വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ട് അത് മകളുടെ എക്സോലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് അത് അങ്ങനെ വരുമ്പോഴാണ് ഇത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രിമിനൽ ഒഫൻസിലേക്ക് വരുമ്പോൾ CBIക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഈ അന്വേഷണ ഏജൻസികളും ആ വഴിക്ക് ശുപാർശ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് CBI എൻക്വയറിയിലേക്ക് പോകും. CBI എൻക്വയറിയിലേക്ക് പോകുമ്പോൾ വീണ വിജയൻ മാത്രമല്ല, വീണ വിജയൻ്റെ പിതാവും സ്വാഭാവികമായിട്ടും അതിലേക്ക് വരും. കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസം പുറത്തു വന്ന വിവരങ്ങളുണ്ട്. പല ചർച്ചകൾ, നമ്മൾ ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലെ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടൊരു കാര്യമുണ്ട്. മുൻപുണ്ടായിരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ് വന്നപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അധികാരം പരിസ്ഥിതി വകുപ്പിൽ, ആരോഗ്യ വകുപ്പിൽ നിന്ന് അത് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തത്. ആ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ എക്സാലോജിക്ക് ഈ കരിമണൽ കമ്പനിയുമായിട്ട് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതും ഈ പണം കിട്ടി തുടങ്ങിയതും. അപ്പോൾ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ക്രിമിനൽ സ്വഭാവം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ കേസിലേക്കാണ് ഇനി ഈ കേസ് പോകാൻ ഇടയുള്ളത് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീണ വിജയനാണ് ഇപ്പോൾ കേസിൽ മുൻ
പ്രതിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഇതിൻ്റെ വെഴുത്തിരിവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ആരിലേക്കാണ് ഇത് മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനിലേക്കാണ്. അന്നത്തെ മുഖ്യമന്ത്രിയിലേക്കായിരിക്കും ഇത് പോകുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വരും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ധാരാളം ഈ കരിമണൽ ഖനനം ചെയ്യുന്നതിനും കടത്തുന്നതിനും ഉള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പോലും അവർ അതിനെ തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ നടത്തിയതിന് ശേഷവും അത് ലംഘിച്ചുകൊണ്ട് അവർക്ക് അനുമതി കൊടുത്തു വന്നു. അങ്ങനെ അനുമതി കാലാവധി നീട്ടിക്കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് ഇത് എന്നുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആരോപണം. ആ ആരോപണത്തിന്മേലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്കും ആ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഈ കേസ് നീളാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം മറ്റതൊരു സാമ്പത്തിക കുറ്റാരോപണമാണ്. അർഹിക്കാത്ത പണം അവർക്ക് കിട്ടി, സേവനം ചെയ്യാതെ തന്നെ അവർക്ക് പണം കിട്ടി എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന ഘടകം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൽ ഫോക്കസ് വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള കേസ് അങ്ങോട്ടായിരിക്കും വെളിത്തിരിവാകുന്നത്. ഇപ്പോൾ വീണ വിജയൻ്റെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഈ വിദേശത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ കിട്ടിയ വിവരം. ഇപ്പോൾ പിണറായിക്കാണെങ്കിൽ ശരി, പിണറായിയുടെ മരുമോനാണെങ്കിൽ ശരി, ഈ വീണ വിജയനാണെങ്കിൽ മകൾക്കാണെങ്കിൽ ശരി, ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഉള്ളത് വിദേശത്താണ്. അങ്ങനെ ആണെങ്കിൽ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ബാങ്കുകൾ മുഴുവൻ അക്കൗണ്ട് മരവിപ്പിക്കുന്ന പോലെ വിദേശത്തുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പറ്റും. അതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാവശ്യം ഈ കേസ് കോടതിയെ സമീപിച്ച ഷോൺ ജോർജും അതുമായി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ ഇത് കോടതികളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനും സാധ്യതയുണ്ട്. പക്ഷേ ഇനി അത് എത്രത്തോളം സാധിക്കും എന്നെനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് പല ഇടപാടുകളും ഇതിനകത്ത് നടന്നു കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ പോലും ഈ ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ്സ് എടുക്കാനായിട്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെയാണ് അവർക്ക് അക്കൗണ്ട് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ നയതന്ത്ര ഇടപാടുകൾ ഉള്ളതുകൊണ്ട് അവിടുന്ന് അത് കിട്ടാനുള്ള പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ കാര്യത്തിലാണ് ഉൾപ്പെടുന്നത്. സാമ്പത്തികമായിട്ട് അവർ അർഹിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നടന്നിരിക്കുന്ന ഈ കരിമണൽ ഖനനവുമായും അതുമായി ബന്ധപ്പെട്ട കേസുകൾ മറ്റൊരു കേസായിട്ട് വരാനാണ് സാധ്യതയെന്നാണ് ഇതിലെ വിദഗ്ധന്മാരുടെ വിലയിരുത്തലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി സാർ. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ തുടക്കം കുറിക്കുന്നത്, വീണയ്ക്കെതിരെ തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ലോക്കർ തുറന്നപ്പോൾ ഞെട്ടി എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഈ ലോക്കർ തുറന്നപ്പോൾ അതിലൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഞെട്ടിയതാണോ, അതോ ഇത് മുഴുവൻ എടുത്ത് മാറ്റി എന്നുള്ളതായിരുന്നു സംഭവം? അത് രണ്ടും ആകാം. കാരണം അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു കാര്യം വ്യക്തമല്ല. കാരണം ഈ അന്വേഷണ ഏജൻസികൾ എല്ലാ കാര്യവും പുറത്തു പറയാറില്ല. ഇപ്പോൾ പല റിപ്പോർട്ടുകളും വന്നു, ഇത്രയും കാലം ഉണ്ടായിരുന്നു കേസ് വന്നതിന് ശേഷം. അപ്പോൾ ലോക്കറിലുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് എടുത്തു മാറ്റാനുള്ളൊരു സമയം കിട്ടിയിരുന്നു. ഇഷ്ടംപോലെ സമയം ഒന്നും കിട്ടാൻ വഴിയില്ല, റെയ്ഡിലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവരിത് മരവിപ്പിച്ചിരുന്നോ, ബാങ്കുകാർക്ക് ഡയറക്ഷൻ കൊടുത്തിരുന്നോ എന്നുള്ളതൊന്നും അവർ പുറത്തു പറഞ്ഞിട്ടില്ല, ബാങ്കുകാരും പുറത്തു പറഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ ഇത്തരം കേസുകളിൽ പ്രാഥമികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ആദ്യം ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടുകൾ ഇതേപോലുള്ള ബാങ്ക് ലോക്കറുകളൊക്കെ മരവിപ്പിക്കാനായിട്ട് ബാങ്കുകൾക്ക് വാക്കാലുള്ള നിർദ്ദേശം കൊടുക്കും, പിന്നെ രേഖാമൂലമുള്ള നിർദ്ദേശം കൊടുക്കും. അതെല്ലാം കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പത്രങ്ങളിലോ പൊതു രംഗങ്ങളിലോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ ഈ പരിശോധന എന്ന് പറയുന്നത് അവരുടെ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണ്. അവർക്ക് ആവശ്യമുള്ള രേഖകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. 134 രേഖകൾ, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ലോക്കറിലുണ്ടോ വീട്ടിലുണ്ടോ നശിപ്പിച്ച് കളഞ്ഞോ, അഥവാ ഒരു രേഖ ഉണ്ടെങ്കിൽ പോലും അത് നശിപ്പിച്ചാൽ പോലും അതൊരു കേസാണ്. അതെ, ഒരു തെളിവ് അല്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വീണ അഴിയുണ്ടുമോ? തീർച്ചയായിട്ടും അതല്ലെങ്കിൽ തന്നെ അതിനുള്ള സാധ്യത ഉണ്ട് ഇപ്പോഴുള്ള രേഖകൾ അനുസരിച്ചിട്ട്. കാരണം അതിനുള്ള കൃത്യമായ തെളിവുകളുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ, SFIO കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും നമ്മുടെ ED കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും കാണുന്നത് വെച്ചിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് രണ്ടായാലും അവർക്ക് കിട്ടിയിരിക്കുന്ന രേഖകൾ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ ഇതിൻ്റെ രേഖകൾ. കമ്പനികളിലുണ്ടാവും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ടാവും, ബാങ്കുകളുടെ
ട്രാൻസാക്ഷൻ്റെ ബാങ്കുകളിലെ ബാക്കി പാസ്ബുക്കും കടലാസുകളൊക്കെ എടുത്തു മാറ്റിയാലും ബാങ്കുകളുടെ റെക്കോർഡിലുണ്ടല്ലോ നടന്ന ട്രാൻസാക്ഷൻസ്, അത് വെച്ചിട്ട് അവരെടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ എടുത്തിട്ടുള്ളതിൻ്റെ രേഖകൾ അവർക്ക് ഈ കോടതിയിൽ കേസ് പോകുമ്പോഴത്തേക്ക് അവർ പരിശോധന നടത്തിയതായിട്ട് രേഖ വേണം. റെയ്ഡ് നടത്തി രേഖകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ രേഖകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നശിപ്പിച്ചതിനുള്ള കേസ് വേറെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസിൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമല്ല. ഇപ്പോൾ പല ചാനലുകളും വന്ന് റിപ്പോർട്ട് ചെയ്തത് ഈ ലോക്കർ തുറന്നു ഒന്നും കിട്ടിയില്ല, ED ഞെട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു. അത് ലോക്കർ തുറക്കുന്നത് അത് അവിടെ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. നേരത്തെ അത് മരവിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കിട്ടില്ല എന്ന് അവർക്കറിയാം, അവരെടുത്ത് മാറ്റിയിരിക്കുമെന്നറിയാം. പക്ഷെ എന്നാലും അത് പരിശോധിക്കുകയും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേസ് ഇനി നീളുന്നത് വീണയിൽ കേന്ദ്രീകരിച്ചായിരിക്കില്ല. അതിന് പിന്നിലുള്ള ഇടപാടുകളും താല്പര്യങ്ങളും തീരുമാനങ്ങളും നടപടികളുടെയിലേക്കുമായിരിക്കും നീളുന്നത്. അത് കമ്പനിയിലേക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ കമ്പനിയിലെ ആളുകളെ മുഴുവൻ, കമ്പനിയിലെ ഉടമസ്ഥൻ, ഭാര്യ, മക്കൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ആ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പണമിടപാട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം അവർ ചെലവഴിച്ചത് എന്നുള്ളതിന് സമാധാനം പറയേണ്ടി വരും. അതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന മറ്റൊരു വിപത്തുണ്ട്. അവരുടെ കരിമണൽ ഉടമസ്ഥൻ്റെ ഡയറിയിൽ കണ്ട കുറേ പേരുകളുണ്ട്. ഇതിന് പുറമെ അവർ തന്നെ കുമ്പസാരം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും സംഘടനകൾക്കും ഒക്കെ പണം കൊടുത്താലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ പ്രമുഖരുടെ പേരുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്പീഡ് മണി എന്നാണ്. മുന്നോട്ട് സ്പീഡ് മണി കുറേ പ്രമുഖരുടെ പേര് അതിലുണ്ട്, കൊടുക്കേണ്ടി വരും. അതിൽ കുറേ ഇനിഷ്യൽസ് ഉണ്ട്. അതിനകത്തും ഈ ഒരു PV ഉണ്ട്. അതുകൊണ്ട് ആ കേസ് ആ വഴിക്കും നീളാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങ് പറയണത് വീണ വിജയൻ, അതായത് വീണ വിജയൻ്റെ ED കേസ് നേരെ CBIയിലേക്ക് മാറുമെന്നും വീണ വിജയൻ അഴിയെണ്ണുമെന്നാണ് പറയുന്നത്. ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. ED ആക്രമിച്ച CPMകാരല്ലാത്ത കുറച്ച് CPMകാരുണ്ട്. ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ അവസ്ഥ ഒരു പാഠമാണ്. വാസ്തവത്തിൽ ഈ അടുത്ത ദിവസം CPMൻ്റെ ശത്രുക്കൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വിമർശകർ എന്ന് പറയാവുന്ന ആളുകൾ പറഞ്ഞത് അത് മനഃപൂർവ്വം ഈ CPM അല്ലാത്ത CPM രക്ഷപ്പെടണമെന്നുള്ള ആളുകൾ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഇവരെ കുരുക്കാൻ വേണ്ടിയിട്ട് EDക്ക് അല്പം കൂടെ വാശിയുണ്ടാകട്ടെ, അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ വാശിയുണ്ടാക്കി ഇവരെ കേസൊന്ന് മുറുകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് എന്നാണ്. പക്ഷേ അവരും കുടുങ്ങി. അതൊരു സർക്കാസ്റ്റിക്, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്കൊരു തമാശയായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എന്നാലും സംഭവിച്ചത് അതാണ്. അതോടുകൂടി അതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അവർ EDയും അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനും ഇതുവരെയുള്ള നടപടികൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഭാവി എന്തായാലും വളരെ പരിതാപകരമായിരിക്കും. കാരണം ഈ കേസ് അവർ വിചാരിച്ചതുപോലെ അവർ ഇപ്പോഴും ഭരണം മാറിയിട്ടില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഇവർ ഈ സാധാരണ നിലയിൽ ചാടി ഇറങ്ങിയത്. ഭരണം മാറി എന്നുള്ളതും EDയും CBIയും ഒന്നും സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതിപ്പം കുറച്ച് അവർക്കൊരു പാഠമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും വീണ വിജയൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് കുറച്ച് മണിക്കൂറുകൾ എന്നില്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.